വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ഏറ്റവും വലിയ മൂവി, അതായത് ദുൽഖർ സ്റ്റാർ ചെയ്ത് വന്നിരിക്കുന്ന ലക്കി ഭാസ്കറിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക്കലി ഇതൊരു തെലുങ്കു മൂവിയാണ്. പക്ഷേ പാൻ ഇന്ത്യ ലെവലിൽ എല്ലാ ഭാഷകളിലും ഡബ് ചെയ്തിട്ട് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻ ഇന്ത്യ ലെവലിൽ ഈ സിനിമയ്ക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് മൂവി ആയിട്ടാണ് ഈ സിനിമയെ വെൽക്കം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വലിയൊരു സ്കാമിലൂടെ എന്തൊക്കെയോ ആയിത്തീരുന്ന ലക്കി ഭാസ്കർ എന്ന ഒരു കോമൺ മാൻ്റെ കഥ പറഞ്ഞ ഒരു സിനിമയാണിത്. ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ സ്കാം 1992 എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ വെച്ച് ഇറങ്ങിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വെബ് സീരീസ് ബേസ്ഡ് ഓൺ ഹർഷിത് മേത്ത 1992 നടന്നിട്ടുള്ള ആ സ്കാമിനെ കുറിച്ച് നമുക്കറിയാം. സോണി ലൈവിൽ ആ സംഭവം ഉണ്ട്. അത് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ഔട്ട് ബിലോ. ഞാൻ വിചാരിക്കുന്നത് ഇന്നും ഇത്രയും കാലത്തെ സീരീസുകളൊക്കെ ഇറങ്ങിയിട്ടും ഇന്ത്യയിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് സീരീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജസ്റ്റ് 7-8 എപ്പിസോഡ്സിൽ എങ്ങനെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഷോ കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിട്ടും അത് അത്രത്തോളം റിയാലിറ്റിയോട് ചേർന്നിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണത്. അതിൻ്റെ ഫ്ലേവേഴ്സ് ഈ സംഭവത്തിൽ, ഈ ലക്കി ഭാസ്കറിൽ ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈവൻ ഈ സിനിമ കാണുകയാണെങ്കിൽ തന്നെ നമുക്ക് വേറൊരു പേരിൽ ആ സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ കഥ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ സംഭവമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കണക്റ്റഡ് ആവാൻ പറ്റും. നമുക്ക് ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു തെലുങ്കു മൂവി സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ IMDb-യിലൊക്കെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആൾക്കാരുടെ കമൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെയുള്ള കമൻസ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് തെലുങ്കു മൂവി എവർ. കാരണം തെലുങ്കു ഓഡിയൻസിന് അത്രയും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം തെലുങ്കിൽ ബേസിക്കലി ഒരു സിനിമ ഇറക്കുന്ന സമയത്ത് ഭയങ്കര ക്ലാസി ആയിട്ട് ഇറക്കുന്നതിനെക്കാട്ടും അതിനുള്ള കുറച്ച് എന്താ പറയുക, അതിന് ഉപ്പും മുളകൊക്കെ ഒന്ന് കൂട്ടി ഒരു കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആയിട്ട് കാണാനാണ് അവരെന്നും സിനിമേനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിൽ വരെ ഒരു ഐറ്റം സോങ് ഉണ്ട്. അത് വേറൊരു പശ്ചാത്തലത്തിൽ വരുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ കുറേ ഇങ്ങനെ നമ്മൾ പൈസക്കാരായിക്കഴിഞ്ഞാൽ കാണിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു എന്താ പറയുക, ആവശ്യത്തിലേറെ പൈസ പെട്ടെന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെയുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്നൊരു ഹൈ കിട്ടാനൊക്കെ ആയിട്ടുള്ള കുറേ സീൻസും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ ബേസിക്കലി ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ 25-30 മിനിറ്റ് ഉണ്ട്. അത് എൻ്റർടൈനിങ് ആയിട്ടാണ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത്. 90% ആൾക്കാർക്കും ഈ സിനിമ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറേ ഫാക്ടേഴ്സ് ഈ സിനിമയിൽ കൺസിഡറിങ് ദ ഫാക്ടേഴ്സ് ലൈക്ക് തെലുങ്കു മൂവിയാണ് ബേസിക്കലി. കാരണം ദുൽഖറിന് ഇപ്പോൾ സീതാരാമൻ പോലെയുള്ള സിനിമയിൽ തെലുങ്കു മൂവീസ് ചെയ്തിട്ട് പുള്ളിക്ക് കിട്ടിയൊരു ഒരു വെൽക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം അത്രയും സിനിമ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് 3 സൂപ്പർ ഹിറ്റ്സ് സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലാണെങ്കിലും ദുൽഖർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. മറ്റേ ഗൺസ് ആൻഡ് ഗുലാബ്സ് അങ്ങ് ലാസ്റ്റ് ഇറങ്ങിയ ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മൂവി ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ക്രൈം ഇതൊക്കെ ഉണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദുൽഖർ ഹിന്ദി അല്ലെങ്കിൽ അന്യ ഭാഷകളിൽ ഇത്രത്തോളം എന്താ പറയുക, ഇന്ത്യ മുഴുവൻ അറിയുന്ന വെൽക്കം ചെയ്യപ്പെടുന്ന ഒരു നടനില്ല. അത് ദുൽഖറിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഫഹദ് ഫാസിൽ ബെസ്റ്റ് ആക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ പൃഥ്വിരാജ് ദുൽഖറിനെക്കാട്ടും വലിയ ആക്ടറാണെന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇവരൊക്കെ ഹിന്ദിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തെലുങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്റ്റാർ മെറ്റീരിയൽ ലീഡ് റോൾ ചെയ്ത് ഒരു സിനിമ മുന്നിലോട്ടേക്ക് വന്ന് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അത് മലയാളത്തിൽ ഇപ്പോൾ കിങ് ഓഫ് കത്തയിൽ ഫെയിലിയർ ആയി പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നോട്ടീസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് ഭാഷയിലും ഒരു സിനിമ ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഒരു നടനായിട്ട് മലയാളത്തിൽ ദുൽഖർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും ബേസ്ഡ് ഓൺ മലയാളമായിട്ടുള്ള ഒരു ആക്ടർ, അല്ലെങ്കിൽ മലയാളത്തിലത്തെ ഏറ്റവും വലിയ ആക്ടേഴ്സിൻ്റെ ഒരാളുടെ മോൻ എന്നുള്ള നിലയിൽ ആ ഒരു ലെവലിലോട്ടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ആരും ഇതുവരെ ഓൾ ഇന്ത്യ ലെവലിൽ അത്രയും ഒരു വലിയൊരു സ്റ്റാർ ഇതിലോട്ടേക്ക് വന്നിട്ടില്ല. അത് എത്ര വലിയ ആക്ടേഴ്സ് ആണെങ്കിൽ ഒരു സൈഡ് റോൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോൾ അഭിനയിക്കുക എന്നല്ലാതെ ഒരു ഹീറോ എന്നുള്ളൊരു നിലയിൽ ഫസ്റ്റ് ഓൺ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള സംഭവം തന്നെയാണ്. അത് ദുൽഖർ വിജയിച്ചിട്ടുണ്ട്. ബേസിക്കലി ഈ സിനിമ നോക്കുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഫ്ലേവേഴ്സ് ഉള്ള ഒരു സ്കാമിൻ്റെ കഥ പറയുന്ന ഒരു തെലുങ്കു മൂവിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സിനിമ ഒരു നല്ല വാച്ച് തന്നെയാണ്, ഓക്കെ വാച്ചാണ്.
എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ട്. പിന്നെ ഒട്ടും ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ദുൽഖർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുംബൈ ആ കാലഘട്ടം കാണിക്കുന്നതൊക്കെ വളരെ സ്മാർട്ടായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ബേസിക്കലി ഇതൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ട് തന്നെ കൺവിൻസ് ചെയ്യാനായിരിക്കും അവർ ശ്രമിച്ചിട്ടുള്ളത്. അതിലവർ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയതിന് ശേഷം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ എത്രയാണ് നിങ്ങൾ ഇതിന് 10ൽ റേറ്റ് ചെയ്യുക എന്നും കമൻറ്റ് ഡൗൺ ബിലോ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.